സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനും വരും മാസങ്ങളിൽ ധനവകുപ്പ് നേരിടുക വൻ പ്രതിസന്ധി. സുപ്രീംകോടതി നിർദ്ദേശിച്ച കടമെടുപ്പ് കേന്ദ്ര സർക്കാർ അനുവദിച്ചതാണ് ഇത്തവണ തുണയായത്. പക്ഷേ വരും മാസങ്ങളിൽ ചട്ടങ്ങൾ ലംഘിച്ച് കടമെടുക്കാൻ കഴിയാത്തത് ധനവകുപ്പിന് വെല്ലുവിളിയാണ്. കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീംകോടതിയിൽ പോയ സംസ്ഥാനം വലിയ വെട്ടിലാണ് വീണിരിക്കുന്നത്. ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് അവകാശ നേട്ടമായി സർക്കാർ പറയുമ്പോഴും മുന്നിലുള്ളത് വൻ പ്രതിസന്ധിയാണെന്ന് ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു. ഇനി കടമെടുക്കാൻ അനുമതി നൽകുന്നതിന് കേന്ദ്ര സർക്കാരിന് പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് സംസ്ഥാന സർക്കാർ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഇത്തവണ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വിതരണം ചെയ്യാൻ ധനവകുപ്പിന് കഴിഞ്ഞു. സുപ്രീംകോടതി നിർദ്ദേശിച്ച കടമെടുപ്പ് കേന്ദ്ര സർക്കാർ അനുവദിച്ചതാണ് ഇത്തവണ തുണയായത്. പക്ഷേ വരും മാസങ്ങളിലെ അവസ്ഥ അതല്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ധനവകുപ്പിന് ശമ്പളവും പെൻഷനും നൽകുക പ്രതിസന്ധിയാണ്. വരും മാസങ്ങളിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാനുള്ള സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ പണം കണ്ടെത്താൻ സർക്കാർ മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും. മദ്യവില വർദ്ധിപ്പിച്ചോ മറ്റ് നികുതികൾ വർദ്ധിപ്പിച്ചോ പണം കണ്ടെത്താൻ സർക്കാർ ശ്രമിച്ചേക്കാം. ഘട്ടം ഘട്ടമായി ശമ്പളവും പെൻഷനും നൽകുന്നതും സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അതല്ലാതെ മറ്റൊരു മാർഗവും തൽക്കാലം ധനവകുപ്പിന് മുന്നിലില്ല. ചെലവുകൾ ചുരുക്കുകയാണ് മറ്റൊരു പോംവഴി. ലോക കേരള സഭയുൾപ്പെടെ ജൂണിൽ സർക്കാർ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനാൽ അത്തരം നീക്കങ്ങൾക്ക് സാധ്യതയില്ല. പ്രതിസന്ധി മറികടക്കാൻ ധനമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ച ബി പ്ലാൻ എന്താണെന്ന് ഇനി കണ്ടറിയേണ്ടി വരും. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.